നമസ്കാരം. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സസ്യമാണ് മുക്കുറ്റി. മുക്കുറ്റി പല വീടുകളിലും വളരുന്നതുമാണ്. എന്നാൽ ഈ കർക്കിടക മാസത്തിൽ അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സസ്യമായി മുക്കുറ്റിയെ പരാമർശിക്കുവാൻ സാധിക്കും. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് എന്നതും മുക്കുറ്റിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാണ്. മുക്കുറ്റിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. മുക്കുറ്റി നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ നൽകുന്നതായ സൂചനകളെ കുറിച്ചും മുക്കുറ്റി ചില ചെടികളോടൊപ്പം വളരുകയാണ് എങ്കിൽ സംഭവിക്കാവുന്ന അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മുക്കുറ്റി ധാരാളമായി വളരുകയാണ് എങ്കിൽ അത് ശുഭകരമായി തന്നെ കണക്കാക്കാം. നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ ധാരാളമായി മുക്കുറ്റി തനിയെ വളർന്നു വന്നിട്ടുണ്ട് എങ്കിൽ അത് ആ വീടുകളിൽ ഈശ്വരാധീനമുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ കിഴക്ക് ഭാഗത്താണ് മുക്കുറ്റി വളരുന്നത് എങ്കിൽ അത് ആ വീടുകളിൽ ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കും എന്നും അതിനാൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ കിഴക്ക് മുക്കുറ്റി വളരുന്നത് ഏറ്റവും ശുഭകരമാണ്. മറ്റൊന്ന് വടക്ക് ദിശയാണ്. വടക്ക് ദിശയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. ധനപരമായ ഉയർച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് ഏറ്റവും ഉത്തമം തന്നെയാണ് ഈ ദിശയിൽ മുക്കുറ്റി വളരുന്നത്. ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പണം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സഹായകരമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ്. അവസരങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ദിശയായി തന്നെ പരാമർശിക്കാം. തെക്ക് ദിശയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. തെക്ക് ദിശയിലാണ് മുക്കുറ്റി വളരുന്നത് എങ്കിൽ അത് സന്തോഷകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്നതിൻ്റെ സൂചനയാണ്. പ്രത്യേകിച്ചും കുടുംബത്തിൽ ഐക്യം പുലരുന്നതായ സാഹചര്യം വന്നു ചേരും. സൽഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. കൂടാതെ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ നന്മ കടന്നു വരും എന്നുള്ളതാണ്. അതായത് ഇരട്ടിയായി തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന സൂചനയായി തന്നെ പരാമർശിക്കാം. പടിഞ്ഞാറ് ദിശയിലാണ് മുക്കുറ്റി വളരുന്നത് എങ്കിൽ ആ വീട്ടിലെ അംഗങ്ങൾക്ക് ആരോഗ്യപരമായ ഉയർച്ച, രോഗപീഠകളിൽ നിന്നും മോചനം ലഭിക്കുന്നതായ സാഹചര്യം, രോഗശമനം, ഉണർവ്, ബുദ്ധി വർദ്ധിക്കുക, ബുദ്ധി വൈഭവത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ ഏറ്റവും ശുഭകരമായി തന്നെ പരാമർശിക്കാം. ചിലയിടങ്ങളിൽ പ്രത്യേകിച്ചും പ്രധാന വാതിലിന്റെ നേരെ ഗേറ്റിന്റെ സമീപം മുക്കുറ്റി വളരുന്നു എങ്കിൽ അതിലൂടെ അർത്ഥമാക്കേണ്ടത് ആ വീടുകളിൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം, അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന സൂചനയാക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ കിണറുണ്ട് എങ്കിൽ ആ കിണറിനോട് ചേർന്ന് മുക്കുറ്റി ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് ശുഭകരമായി തന്നെ പരാമർശിക്കാം. പ്രത്യേകിച്ചും ആ വീടുകളിൽ സന്തോഷകരമായ കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. സമ്പൽ, സമൃദ്ധി, ഐശ്വര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. നിങ്ങളുടെ വീട്ടിൽ തുളസിത്തറയോട് ചേർന്ന് മുക്കുറ്റിയെ കാണുന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം അത് ആ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങളുടെ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെ പല കാര്യങ്ങളും അനുകൂലമാകാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുകയും
ധനപരമായോ അല്ലെങ്കിൽ മറ്റ് നേട്ടങ്ങൾക്കോ അത് കാരണമായി തീരും എന്നുള്ളതാണ്. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷവുമുണ്ട് എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ തുളസിത്തറയോട് ചേർന്ന് കാണുകയാണ് എങ്കിൽ അതീവ ശുഭകരമായി കണക്കാക്കുന്നു. പൂജാമുറിയുടെ പിന്നിലായി കാണുകയാണ് എങ്കിൽ, അതായത് പൂജാമുറി സ്ഥിതി ചെയ്യുന്നതിന്റെ പുറകുവശത്തെ പറമ്പിലാണ് നിങ്ങൾ ഇപ്രകാരം മുക്കുറ്റി ധാരാളം വളർന്ന് കാണുന്നത് എങ്കിൽ അത് ആ വീടുകളിൽ ദേവിയുടെ കടാക്ഷം അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു എന്നും ദേവി ഭക്തർക്ക് പ്രത്യേകിച്ചും ആത്മീയപരമായ ഉണർവ്, ബുദ്ധിപരമായ ഉണർവ് തുടങ്ങിയ കാര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന സൂചനയാണ്. അതിനാൽ പൂജാമുറിയുടെ പിൻവശത്തായി കാണുന്നതും ശുഭകരം തന്നെയാണ്. നീല ശംഖുപുഷ്പത്തോടൊപ്പം നിങ്ങൾ മുക്കൂറ്റി വളർന്ന് കാണുന്നു എങ്കിൽ, ആ സസ്യത്തോട് ചേർന്ന് വളരുന്നു എങ്കിൽ അത് ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്ന ഉയർച്ച, അനുകൂലമായ ഫലങ്ങൾ, നേട്ടങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. എല്ലാ വീടുകളിലും ഇപ്രകാരം സംഭവിക്കില്ല എന്നുള്ളതാണ്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് ഈ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതൽ. വെള്ള ശംഖുപുഷ്പത്തോടൊപ്പം കാണുന്നതും ഏറ്റവും ശുഭകരമാണ്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരും. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം, അനുഗ്രഹം ആ വ്യക്തികൾക്കുണ്ട് എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായി പല വഴികളിലൂടെ നേട്ടങ്ങൾ, അത് ധനപരമാകാം അല്ലെങ്കിൽ മറ്റ് നേട്ടങ്ങളുമാകാം, ഇപ്രകാരം സംഭവിക്കുന്നു എന്ന സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊന്ന് പനിക്കൂർക്കയാണ്. പനിക്കൂർക്കയോടൊപ്പം മുക്കൂറ്റി വളരുകയാണ് എങ്കിൽ അത് ആ വ്യക്തികളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പല വിധത്തിലും പുതിയ അവസരങ്ങൾ തേടി വരും എന്ന സൂചനയാകുന്നു. ജീവിതത്തിൽ രക്ഷ നേടുവാൻ സഹായകരമായ പുതിയ അവസരങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന സൂചനയാണ്. പല വിധത്തിലും നേട്ടങ്ങൾക്ക് കാരണമാകുന്ന കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുക. മറ്റൊന്ന് തുളസിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. തുളസിയുടെ അടുത്ത് കാണുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ, പ്രത്യേകിച്ചും സ്ത്രീകളുമായി ബന്ധപ്പെട്ട്, അതായത് ആ വീട്ടിലെ സ്ത്രീജനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ, സൗഭാഗ്യം പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ്. മുക്കുറ്റി പ്രത്യേകിച്ചും നിങ്ങൾ ഈ സമയത്ത് വളരുന്നതായി കാണുകയാണ് എങ്കിൽ അവ പറിച്ച് നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമായ ഫലം നിങ്ങൾക്ക് നൽകും. പ്രത്യേകിച്ചും മുക്കൂറ്റി പൂക്കൾ ഇപ്രകാരം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. പ്രത്യേകിച്ചും മുക്കൂറ്റി പറിച്ച് മാലയായി കെട്ടി നിങ്ങൾ ഗണപതി ഭഗവാന് ചാർത്തുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നൽകും എന്നുള്ളതാണ്. കൂടാതെ ഭഗവാന് മുക്കൂറ്റി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുമ്പോൾ ഇപ്രകാരം കൊണ്ടുപോകുന്നതും ശുഭകരം തന്നെയാകുന്നു. ഇപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ഗണേശപ്രീതിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യത്തിനും പ്രാധാന്യം നൽകണം. വാഴയിലയിൽ പൊതിഞ്ഞ് ശുദ്ധിയോടെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വിശേഷം. കൂടാതെ മുക്കുറ്റി വീടുകളിൽ വളരുന്നു എങ്കിൽ അവ പറിച്ചു കളയുന്നത് ശുഭകരമല്ല. വീട്ടിൽ കാട് പിടിച്ചു കിടക്കുന്നതായ അവസരത്തിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നു എങ്കിൽ ഒരു കടയെങ്കിലും വീടുകളിൽ നിലനിർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മൊത്തം കളയുന്നത് ശുഭകരമല്ല. ആ കാര്യത്തിനും നിങ്ങൾ പ്രാധാന്യം നൽകണം. എല്ലാ വീടുകളിലും മുക്കുറ്റി വളരില്ല എന്നതാണ് വാസ്തവം. കാരണം ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ, ഈശ്വര കടാക്ഷമുള്ള ഭൂമികളിൽ തന്നെയാണ് ധാരാളമായി മുക്കുറ്റി വളരുക എന്നുള്ളതാണ്. അതിനാൽ തന്നെ തീർച്ചയായും മുക്കുറ്റി ചൂടുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ്. ആ സ്ത്രീകൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതുമാണ്. മുക്കുറ്റിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതും, അല്ലെങ്കിൽ ഈ സൂചനകൾ പ്രകാരം വന്നു ചേരുന്നതായ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക.